രാജ്യത്ത് നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയ വൈക്കത്തിന്റെ മണ്ണിനുമുണ്ട് സ്വാതന്ത്ര്യ സമരകാല കഥകൾ. സാക്ഷാൽ മഹാത്മാഗാന്ധിയെ പോലും ജാതി വ്യവസ്ഥയുടെ പേരിൽ പടിക്ക് പുറത്തിരുത്തിയ ഒരു മനയുണ്ടായിരുന്നു ഇവിടെ. ഇന്നിവിടം ആർക്കും കയറിയിരിക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി യൂണിയൻ ഓഫീസാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെ ഇണ്ടം തുരുത്തിമന, വടക്കങ്കൂർ രാജകുടുംബത്തിന്റെ മൂലസ്ഥാനം. സവർണച്ചേരിയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന നീലകണ്ഠൻ നമ്പ്യാതിരി താമസിച്ചിരുന്നത് ഇവിടെയാണ്. ക്ഷേത്രപ്രവേശന സമരത്തിന് ഊർജം പകരാനെത്തിയ മഹാത്മാഗാന്ധി നമ്പ്യാതിരിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി. എന്നാൽ ചർച്ചയ്ക്കെത്തിയ ഗാന്ധിജിയെ ഐറ്റത്തിന്റെ പേരിൽ ഇണ്ടം തുരുത്തിമനയുടെ അകത്ത് കടത്തിയില്ല. പടിക്ക് പുറത്ത് പന്തൽ കെട്ടിയായിരുന്നു ചർച്ച. ഗാന്ധിജിയിരുന്ന സ്ഥലം പിന്നീട് ശുദ്ധികലശവും നടത്തി. കെട്ടിടമെന്ന് ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്. ഗാന്ധിജിക്കും പോലും പ്രവേശനം കിട്ടാതിരുന്ന ഇണ്ടംതുരുത്തി മന പിന്നീട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം ആ മനയിലുണ്ടായിരുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അത് ആ മന വിൽപ്പനയ്ക്ക് വെക്കുകയും ചെത്തുതൊഴിലാളി യൂണിയനാണ് യഥാർത്ഥത്തിൽ അത് വാങ്ങിക്കുന്നത്. അന്ന് അവിടെ കയറുന്നത് പണ്ട് ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന അതേ സ്ഥലത്ത് ഇന്ന് തൊഴിലാളികളാണ് അവരുടെ ഒരു ആശാകേന്ദ്രമായി മാറുന്നു എന്നുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രതികാരം എന്നോ അങ്ങനെ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പിന്നീട് മനയുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. 1963 ഇണ്ടം തുരുത്തിമന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. നമ്പ്യാതിരിയുടെ പിൻതലമുറയിൽപ്പെട്ട യുവതിയുടെ വിവാഹത്തിന് പണമില്ലാതെ വന്നപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയന് മന വിൽക്കുകയായിരുന്നു. ഗാന്ധിജിക്ക് ഇരിക്കാനായി അന്ന് നിർമ്മിച്ച പന്തൽ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്നാൽ പന്തലും മനയും തമ്മിലുള്ള അകലം ഇന്നില്ല. ടോബി ജോൺസൺ, 24, കോട്ടയം.